ഹലോ ഗൈസ്, അങ്ങനെ കാത്തിരിപ്പിന് ശേഷം ചെറിയ പെരുന്നാളായി. ചെറിയ പെരുന്നാളിന് സാധാരണ ബിരിയാണി മാത്രമല്ല, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറച്ച് അപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ഇവർ മൈലാഞ്ചി വെക്കുന്ന തിരക്കിലാണ്. ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തതിൻ്റെ അടയാളം ഈ കയ്യിൽ കാണാൻ പറ്റും. അങ്ങനെ പുതിയ ഡ്രസ്സും ചെരുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പള്ളിയിലേക്ക് പോവാണ് ചെറിയ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഞാനും എൻ്റെ 2 അനിയന്മാരും ഉണ്ട് കൂടെ പള്ളിയിലേക്ക്. അങ്ങനെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ പള്ളിക്കെല്ലാം പോയിട്ട് വന്ന് എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ വക ചെറിയ പെരുന്നാൾ ആശംസകൾ. ഈ ചെറിയ പെരുന്നാളിന് എൻ്റെ വീട്ടിൽ ചിക്കൻ ബിരിയാണി മാത്രമല്ല മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു. പെരുന്നാളിന് എല്ലാവരും പല പല ബിരിയാണികൾ വീട്ടിലുണ്ടാക്കാറുണ്ട്. എന്താ പെരുന്നാൾക്ക് എല്ലാവരും ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഫായിമ, ഗഫൂർ, റാസിഖ്. ഈ ഫോട്ടോസ് എല്ലാം എടുത്തോണ്ട് ക്യാമറയിൽ. ഒരാൾ ഡ്രസ്സ് ഇട്ടിനാടെ, ഒരാൾ കീഞ്ഞിട്ടേ ഇല്ല. എല്ലാ പെരുന്നാളിനും സാധാരണ ഞങ്ങൾ ആദ്യം പോകുന്നുള്ളത് എൻ്റെ മാമാൻ്റെ വീട്ടിലേക്കാണ്. അതേപോലെ ഈ പെരുന്നാൾക്കും അതേപോലെ മാമാൻ്റെ വീട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. മാമാൻ്റെ വീട്ടിലും പോയി എളപ്പാൻ്റെ വീട്ടിലും പോയി. ഇവരൊക്കെ എൻ്റെ കസിൻ ബ്രദേഴ്സാണ്. എവിടെ പോയാലും ഈ മിറർ നോക്കുന്ന സ്വഭാവം എന്നെ പണ്ടേ വിട്ടു മാറാത്ത ഒന്നാണ്. അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ നമ്മളെ പല്ലില്ലാത്ത പാത്തുവിനെ കണ്ടു. ക്യാമറ ഓണാക്കിയതും ഒരേ ചിരിയാണ് പാത്തു. അങ്ങനെ ഞങ്ങൾ സർബത്തും പെരുന്നാളിൻ്റെ അപ്പങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ മാമ, അതായത് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മ. മാമ എപ്പോഴും ഇതുപോലെയാണ്, ഒരു നിഷ്കളങ്കമായ ചിരി മാത്രം. പിന്നെ ഈ കാണുന്നവരൊക്കെ എൻ്റെ വേണ്ടപ്പെട്ടവരാണ്. പിന്നെ ഇവരൊക്കെ എന്നെ പോലെ തന്നെയാണ്. ക്യാമറ കണ്ടാൽ പിന്നെ ഒന്നും പറയേണ്ട, ഒരു പ്രത്യേകതരം വൈബാണ്. ആരും പേടിക്കണ്ട. എൻ്റെ കസിൻ ബ്രോൻ്റെ കണ്ണട ഒന്ന് വെച്ച് നോക്കിയതാണ്, എനിക്ക് ശരിയാവുന്നില്ല. ഓക്കെ, പിന്നെയും എൻ്റെ മുമ്പിൽ മിററുകൾ മാത്രം. എന്താ ചെയ്യുക? പിന്നെ ഈ മുതലിനെ പറ്റി ഞാൻ പറയുന്നില്ല, കണ്ടു നോക്കിയോ. ഇവൻ എന്താ പറഞ്ഞെന്ന് ഇവന് പോയിട്ട് ഇവൻ്റെ തലച്ചോറിന് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി. എൻ്റെ ഫാമിലി ആയിട്ട് 1-2 വീട്ടിലേക്ക് പോയി. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ കൊണ്ടുവന്നു. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞെവിടെ, ബേബി എവിടെ. ആദ്യമായിട്ടായതുകൊണ്ടാണോന്ന് അറിയില്ല, ഓസിലിനൊന്നും മനസ്സിലായില്ല. ഞാൻ എങ്ങനെ ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് ക്യാമറ നോക്കിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ പല രീതിയിൽ ശ്രമിച്ചു നോക്കി, ക്യാമറയ്ക്ക് മുമ്പിൽ വരെ ഇട്ട് നോക്കി, അവൻ നോക്കുന്നില്ല. അങ്ങനെ നെഫീൻ്റെ വീട്ടുകാർ വന്നു. നെഫീൻ്റെ അനിയത്തിമാരൊക്കെയാണ് ഇതൊക്കെ. അങ്ങനെ ഒരുപാട് ആർഭാടങ്ങളും സന്തോഷങ്ങളൊന്നും ഇല്ലാതെ ചെറിയ പെരുന്നാളും കൂടി കടന്നുപോയി.